എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: എല്ലാവരെയും അകത്ത് കയറ്റുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഗെറ്റ് എവ്രിബഡി ഇൻസൈഡ്. ഗെറ്റ് എവ്രിബഡി ഇൻസൈഡ്. എവ്രിബഡി എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അകത്ത്. സോ എല്ലാവരെയും അകത്ത് കയറ്റൂ എന്ന് പറയാനാണ് ഗെറ്റ് എവ്രിബഡി ഇൻസൈഡ്. ഇനി അടുത്തത്, അവൻ 5 മണിയോടുകൂടി ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഹി വാസ് സപ്പോസ് ടു ബി ഹിയർ ബൈ 5. ഹി വാസ് സപ്പോസ് ടു ബി ഹിയർ ബൈ 5. ഹി വാസ് സപ്പോസ് ടു ബി ഹിയർ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ്. സോ ഹി വാസ് സപ്പോസ് ടു ബി ഹിയർ ബൈ 5 എന്ന് പറഞ്ഞാൽ അവൻ 5 മണിയോടുകൂടി ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഞാൻ അങ്ങനെ ഊഹിക്കുന്നു. അതെങ്ങനെ പറയും? ഐ ഗസ് സോ. ഐ ഗസ് സോ. ഗസ് എന്ന് പറഞ്ഞാൽ ഊഹിക്കുക എന്നാണ്. സോ ഞാൻ അങ്ങനെ ഊഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ ഗസ് സോ. ഇനി അടുത്തത്, ഇന്ന് ചുട്ടുപൊള്ളുന്ന ചൂടാണ് എന്ന് പറയണം. എങ്ങനെ പറയും? ചുട്ടുപൊള്ളുന്ന വെയിൽ എന്നൊക്കെ പറയാൻ സ്കോർച്ചിങ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് സ്കോർച്ചിങ് ഹോട്ട് ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് ചുട്ടുപൊള്ളുന്ന ചൂടാണ് എന്നാണ് മീനിങ്. ഇറ്റ്സ് സ്കോർച്ചിങ് ഹോട്ട് ടുഡേ. ഇനി അടുത്തത്, നമ്മൾ പറയത്തില്ലേ നിൻ്റെ പ്രായത്തിനൊത്ത് പെരുമാറുക. അതെങ്ങനെ പറയും? ആക്ട് യുവർ ഏജ്. ആക്ട് യുവർ ഏജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തിനൊത്ത് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ പെരുമാറുക എന്നുള്ള മീനിങ് ആണ് ആക്ട് യുവർ ഏജ്. ഇനി അടുത്തത്, അത് നിങ്ങളുടെ വേദന കുറയ്ക്കും എന്ന് പറയണം. കുറയ്ക്കും എന്ന് പറയാൻ ലെസൻ എന്ന് പറയാം. സോ ഇറ്റ് വിൽ ലെസൻ യുവർ പെയിൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വേദന കുറയ്ക്കും എന്നാണ്. ഇറ്റ് വിൽ ലെസൻ യുവർ പെയിൻ. ഇനി അടുത്തത്, ദയവായി അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ശ്രമിക്കൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? പ്ലീസ് ട്രൈ ടു കൺസോൾ ഹിം. പ്ലീസ് ട്രൈ ടു കൺസോൾ ഹിം. ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക, കൺസോൾ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക എന്നാണ്. സോ പ്ലീസ് ട്രൈ ടു കൺസോൾ ഹിം എന്ന് പറഞ്ഞാൽ ദയവായി അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കൂ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അത് അനിവാര്യമാണ് എന്ന് പറയണം. അനിവാര്യം എന്ന് പറയാൻ ഇന്നെവിറ്റബിൾ എന്നാണ് പറയുന്നത്. ഇന്നെവിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത എന്നൊക്കെയുള്ള മീനിങ് ആണ്. സോ ഇറ്റ്സ് ഇന്നെവിറ്റബിൾ എന്ന് പറഞ്ഞാൽ അത് അനിവാര്യമാണ് എന്നാണ് മീനിങ്. ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. അടുത്തത്, ആരാണ് ആദ്യം വന്നത്? ഹൂ കെയിം ഫസ്റ്റ്. ഹൂ കെയിം ഫസ്റ്റ്. ആരാണ് ആദ്യം വന്നത് എന്നാണ് മീനിങ്. കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കെയിം. ഇനി അടുത്തത്, ഞാൻ അടുത്ത ആഴ്ച നിനക്ക് പണം തരാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വിൽ പേ യു നെക്സ്റ്റ് വീക്ക്. ഐ വിൽ പേ യു നെക്സ്റ്റ് വീക്ക്. പേ ചെയ്യുക എന്ന് പറഞ്ഞാൽ പണം കൊടുക്കുക എന്നാണ്. സോ ഐ വിൽ പേ യു നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച നിനക്ക് പണം തരാം എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ക്രമേണ എല്ലാം ശരിയാകും എന്ന് പറയണം. ക്രമേണ എന്ന് പറയാൻ ഗ്രാജുവലി എന്നാണ് പറയുന്നത്. ഗ്രാജുവലി എവ്രിതിങ് വിൽ ബി ഫൈൻ. ഗ്രാജുവലി എവ്രിതിങ് വിൽ ബി ഫൈൻ. എവ്രിതിങ് വിൽ ബി ഫൈൻ എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാകും എന്നാണ്. സോ ഗ്രാജുവലി എവ്രിതിങ് വിൽ ബി ഫൈൻ എന്ന് പറഞ്ഞാൽ ക്രമേണ എല്ലാം ശരിയാകും എന്നാണ്. ഗ്രാജുവലി എവ്രിതിങ് വിൽ ബി ഫൈൻ. ഇനി എന്തെങ്കിലുമൊക്കെ സാധനം അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുക അല്ലെങ്കിൽ അതിരിക്കേണ്ട സ്ഥാനത്ത് വയ്ക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് പുട്ട് അവേ എന്നാണ് പറയുന്നത്. സോ തുണികളെല്ലാം അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുക എന്ന് പറയണമെങ്കിൽ പുട്ട് ദ ക്ലോത്ത്സ് എവേ എന്നാണ് പറയേണ്ടത്. പുട്ട് ദ ക്ലോത്ത്സ് എവേ. ഇനി ഇതേപോലെ തന്നെ പുസ്തകങ്ങളെല്ലാം അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുക എന്ന് പറയണമെങ്കിൽ പുട്ട് ദ ബുക്സ് എവേ. പുട്ട് ദ ബുക്സ് എവേ. ഇനി അടുത്തത്, എനിക്ക് ചിരി അടക്കാനായില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ്. ഐ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ്. ലാഫ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്നാണ്. സോ എനിക്ക് ചിരി അടക്കാനായില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ്. ഇനി അടുത്തത്, കട ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തുറക്കും എന്ന് പറയണം. അതെങ്ങനെ പറയും?
The shop opens in about 5 minutes. The shop opens in about 5 minutes. In about 5 minutes എന്ന് പറഞ്ഞാൽ ഏകദേശം 5 മിനിറ്റിനുള്ളിൽ എന്നുള്ള മീനിങ് ആണ്. സോ ഏകദേശം 5 മിനിറ്റിനുള്ളിൽ കട തുറക്കും എന്ന് പറയാനാണ് the shop opens in about 5 minutes. ഇനി അടുത്തത് ഇത് സൗജന്യമാണ്. അതെങ്ങനെ പറയും? ഇറ്റ്സ് ഫോർ ഫ്രീ. ഇറ്റ്സ് ഫോർ ഫ്രീ, അതായത് ഇത് ഫ്രീ ആയിട്ടാണ്, ഇത് സൗജന്യമായിട്ടാണ് എന്നുള്ള മീനിങ് ആണ്. ഇറ്റ്സ് ഫോർ ഫ്രീ. ഇനി നമ്മളിങ്ങനെ പറയത്തില്ലേ, പറയാൻ എളുപ്പമാണ് പക്ഷെ ചെയ്യാൻ പാടാണ് നമ്മൾ പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? ഈസിയർ സെഡ് ദാൻ ഡൺ. ഈസിയർ സെഡ് ദാൻ ഡൺ. അതായത് ഈസിയർ സെഡ് എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ് പക്ഷെ ചെയ്യാൻ പാടാണ് എന്നുള്ള മീനിങ് ആണ് ഈസിയർ സെഡ് ദാൻ ഡൺ. ഇനി അടുത്തത്, നിനക്ക് അത് അത്ര എളുപ്പത്തിൽ ലഭിക്കില്ല അല്ലെങ്കിൽ അത്ര എളുപ്പത്തിൽ കിട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? യു വോണ്ട് ഗെറ്റ് ഇറ്റ് സോ ഈസിലി. യു വോണ്ട് ഗെറ്റ് ഇറ്റ് സോ ഈസിലി. സോ ഈസിലി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ എന്നാണ്. സോ നിനക്കത് അത്ര എളുപ്പത്തിൽ ലഭിക്കില്ല എന്ന് പറയാനാണ് യു വോണ്ട് ഗെറ്റ് ഇറ്റ് സോ ഈസിലി. ഇനി അടുത്തത്, എല്ലാവർക്കും ഒരു ബലഹീനതയുണ്ട് എന്ന് പറയണം. എവ്രിവൺ ഹാസ് എ വീക്ക്നെസ്. എവ്രിവൺ ഹാസ് എ വീക്ക്നെസ്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ബലഹീനത എന്നാണ്. സോ എല്ലാവർക്കും ഒരു ബലഹീനതയുണ്ട് എന്ന് പറയാനാണ് എവ്രിവൺ ഹാസ് എ വീക്ക്നെസ്. ഇനി അടുത്തത്, നുണ പറയുന്നത് നിങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് നമ്മൾ പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? ലൈങ് ഡസൻറ്റ് ബിഫിറ്റ് യു. ലൈങ് ഡസൻറ്റ് ബിഫിറ്റ് യു. ബിഫിറ്റ് എന്ന് പറഞ്ഞാൽ യോജിച്ചതാകുക എന്നുള്ളതാണ് മീനിങ്. സോ നുണ പറയുന്നത് നിങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് പറയാനാണ് ലൈങ് ഡസൻറ്റ് ബിഫിറ്റ് യു. ലൈങ് എന്ന് പറയുന്നത് നുണ പറച്ചിൽ എന്നുള്ള മീനിങ് ആണ്. സോ ലൈങ് ഡസൻറ്റ് ബിഫിറ്റ് യു. നുണ പറയുന്നത് നിങ്ങൾക്ക് യോജിച്ചതല്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവനെ തുറിച്ച് നോക്കരുത് എന്ന് പറയണം. തുറിച്ച് നോക്കുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് സ്റ്റെയർ എന്നാണ്. സോ ഡോണ്ട് സ്റ്റെയർ അറ്റ് ഹിം. അവനെ തുറിച്ച് നോക്കരുത്. ഡോണ്ട് സ്റ്റെയർ അറ്റ് ഹിം. ഇനി അടുത്തത്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം. അതെങ്ങനെ പറയും? ഐ നോ വാട്ട് യു മീൻ. ഐ നോ വാട്ട് യു മീൻ. മീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയാം എന്ന് പറയാനാണ് ഐ നോ വാട്ട് യു മീൻ. ഇനി അടുത്തത്, അവൻ ഒരിക്കലും എനിക്ക് സംസാരിക്കാനൊരു അവസരം തന്നില്ല. അതെങ്ങനെ പറയും? ഹി നെവർ ഗേവ് മീ എ ചാൻസ് ടു സ്പീക്ക്. ഹി നെവർ ഗേവ് മീ എ ചാൻസ് ടു സ്പീക്ക്. സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. നെവർ ഗേവ് മീ എ ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അവസരം തന്നില്ല എന്നാണ്. സോ ഹി നെവർ ഗേവ് മീ എ ചാൻസ് ടു സ്പീക്ക് എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തന്നില്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അതിനേക്കാൾ ഇതാണ് നല്ലത് എന്ന് പറയണം. ദിസ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ്. ദിസ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ്. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. സോ അതിനേക്കാൾ ഇതാണ് നല്ലത് എന്ന് പറയാനാണ് ദിസ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ്. ഇനി അടുത്തത്, അതങ്ങനെയാണോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ, അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഈസ് ദാറ്റ് സോ. ഈസ് ദാറ്റ് സോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണോ എന്നാണ് മീനിങ്. ഈസ് ദാറ്റ് സോ. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചോദിക്കത്തില്ലേ, പക്ഷേ എന്തിന്? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ബട്ട് വൈ. ബട്ട് വൈ. പക്ഷേ എന്തിന് എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ നമ്മൾ പറയത്തില്ലേ, ഇത് എന്നേക്കാൾ മോശമാണ്. അതെങ്ങനെയാണ് പറയുന്നത്? യു ആർ വേഴ്സ് ദാൻ മീ. യു ആർ വേഴ്സ് ദാൻ മീ. വേഴ്സ് എന്ന് പറഞ്ഞാൽ മോശം എന്നാണ്. സോ എന്നേക്കാളും മോശമാണ് എന്ന് പറയാനാണ് വേഴ്സ് ദാൻ മീ എന്ന് പറഞ്ഞത്. യു ആർ വേഴ്സ് ദാൻ മീ. നീ എന്നേക്കാൾ മോശമാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവൻ പഠിക്കട്ടെ എന്ന് പറയണം. അതെങ്ങനെ പറയും? ലെറ്റ് ഹിം സ്റ്റഡി. ലെറ്റ് ഹിം സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവൻ പഠിക്കട്ടെ എന്നാണ്. ഇനി ഞാൻ ഓടിക്കട്ടെ എന്ന് പറയണം. അതെങ്ങനെ പറയും? ലെറ്റ് മീ ഡ്രൈവ്. ലെറ്റ് മീ ഡ്രൈവ്. ഞാൻ ഓടിക്കട്ടെ എന്നാണ് മീനിങ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു.
സോ നമ്മുടെ സംസാരത്തിനിടയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആകും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.